ആ മനുഷ്യൻ അല്ലെ തലമുറയായിട്ട് വാങ്ങിച്ചു വെക്കുന്ന ചില അനുഗ്രഹ തടസ്സങ്ങളായത്. എവിടെ പരിശ്രമിച്ചാലും തോൽവിയും പരാജയങ്ങളും മാത്രം. ഞാൻ ഈ കഴിഞ്ഞ ഡിസംബറിൽ വലിയ തമ്മിലൊക്കെ US ധ്യാനമുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ധ്യാനത്തിൽ ചെല്ലുമ്പോഴും നമ്മുടെ മലയാളികൾ അവർ സംസാരിക്കാനായിട്ട് അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ വരും. നാട്ടിൽ നിന്ന് അമേരിക്കയിൽ പോയി 10, 30, 25 വർഷമായിട്ടുള്ള പലരും ഇന്നും ദുഃഖവും ദുരിതവും കെടുതിയും രോഗങ്ങളും പ്രതികൂലങ്ങളുമാണ് പലർക്കും. അമേരിക്ക സ്വപ്നം കണ്ട് നല്ല രാജ്യമാണ്, നല്ല സമ്പത്തുണ്ട്, ജീവസൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു നല്ലൊരു ശതമാനം ആളുകളിലും കണ്ണുനീരും വേദനയുടെ അനുഭവങ്ങൾ അവർക്ക് പങ്കുവയ്ക്കാറുള്ളത്. ഏതാനും വർഷം മുൻപ് അമേരിക്കയിൽ ബാങ്കുകൾ പൊട്ടിയ ഒരു കാലം ഓർക്കുന്ന ആരെങ്കിലും ഒന്ന് കരമയത്ത് പിടിക്കാവോ? അമേരിക്കയിലെ ബാങ്കുകളൊക്കെ പൊട്ടി. അവിടെ കരമയത്തുന്നുണ്ട്. ബാങ്കുകൾ പൊട്ടി, അനേകം പേരുടെ പണം പോയി. ആ സമയത്ത് ഞാൻ അവിടെ അമേരിക്ക ധ്യാനത്തിനുമ്പോൾ മലയാളികൾ വർഷങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം ബാങ്കിലിട്ട ബാങ്കൊക്കെ പൊട്ടി. 10 പൈസയ്ക്ക് മാർഗമില്ലാത്ത മലയാളികൾ എല്ലാം പോയി. ഈ നാട്ടിൽ നിന്ന് അവിടെ ചെന്ന് അധ്വാനിച്ച് ഇട്ട ബാങ്ക് തന്നെ പൊട്ടിപ്പോയി. എന്താ ഇതിൻ്റെ കാര്യം? ഇതൊന്നും ചുമ്മാ സംഭവിക്കുന്നതല്ല. ലോകത്തിൻ്റെ ഏത് കോണി പോയാലും ഇവിടെ ഒരു സംഭവം കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ കെട്ടഴിച്ചില്ലെങ്കിൽ എവിടെ ചെന്നാലും അതുമായിട്ടായിരിക്കും സംഭവം. അതിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഇതൊരു ആത്മീയ യാഥാർത്ഥ്യമാണ്. ഇതിനെ നിഷേധിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിനെ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. കൃത്യമായിട്ട് എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ച് അതിനുവേണ്ടി ഡെലിവറൻസ് നടക്കാൻ വേണ്ടി നമ്മൾ ശക്തമായിട്ട് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ കരുണയായിരിക്കണമേ, ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബങ്ങളോട് കരുണയായിരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബങ്ങളോട് വ്യക്തി ജീവിതങ്ങളോട് കരുണയായിരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഗലാത്യർ 3:13 ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് അവൻ നമ്മെ മോചിപ്പിച്ചു. കുരിശിൽ തറക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ഗലാത്യർ 3:13 ക്രിസ്തു ശാപം ഏറ്റെടുത്തു. ഇനി ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ടു ജീവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഫലമുള്ളൂ. അവിടെയാണ് വിഷയം. ക്രിസ്തു ശാപം ഏറ്റെടുത്തു. റോമ 8:1 പറയുന്നുണ്ട്, യേശു ക്രിസ്തുമായിട്ട് ഐക്യപ്പെട്ട് വിശുദ്ധ നയിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അവിടെ യേശു ക്രിസ്തുമായിട്ട് ഐക്യപ്പെട്ട് ജീവിതം നയിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അവിടെ യേശു ക്രിസ്തുമായിട്ടുള്ള ഐക്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒറ്റ ഉദാഹരണം മനസ്സിലാക്കാം. ഒരു മകൻ അപ്പനിട്ട് അടിച്ചു. ഇത് വിചാരിക്കുക, ഒരു മകൻ അപ്പനിട്ട് അടിച്ചാൽ ആ മകൻ അനുഗ്രഹിക്കപ്പെടുവോ? അല്ലെ ഒരു മകൻ അമ്മയ്ക്കിട്ട് അടിച്ചാൽ അവിടെ തീർന്നു, അവൻ്റെ ജീവൻ തീർന്നു, ശാപം വീണ് കഴിഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശാപമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വചനമുണ്ട് കേട്ടോ ബൈബിളിൽ. ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. സുഭാഷിതങ്ങളിലൊക്കെ കുറേ വചനങ്ങൾ ആ മേഖലയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. വേനൽക്കാലത്ത് മഞ്ഞും കൊയ്ത്തുകാലത്ത് മഴയും പോലെ ഭോഷന ബഹുമതി ഇണങ്ങുകയില്ല. പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും യേശുന്നില്ല. അകാരണമായ ശാപം എങ്ങും യേശുന്നില്ല. കാരണമുള്ള ശാപോ? സിസ്റ്റർ പറ. അകാരണമായ ശാപം എങ്ങും യേശുന്നില്ല. കാരണമുള്ള ശാപോ? യേശു. അതാണ് വചനം. ഇനി ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ജെറമിയ 17-ാം അധ്യായം. കർത്താവ് അരുളിച്ചെയ്യുന്നു, 5 വചനങ്ങൾ, 17-5. കർത്താവ് അരുളിച്ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. ഉണ്ടോ? ശരീരശക്തിയെ അവലംബമാക്കുക, കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ
ശബ്ദൻ എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. ശപിക്കപ്പെട്ടവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. അവന് ഋതുഭേദം ഉണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും. ശാപം കിട്ടിയ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. മരുഭൂമിയിൽ ഒരു നിലത്ത് നിൽക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കും. അടുത്ത വചനം പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അനുഗ്രഹവും അനുഗ്രഹീതര ശപിക്കപ്പെട്ടവർ. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം എടുത്തു. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു 25-ാമത്തെ അധ്യായം. അന്ത്യവിധിയെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. 25:34. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും. രാജാവ് എന്ന് പറഞ്ഞാൽ ആരാണത്? യേശു. രാജാവ് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഉണ്ടോ, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവൻ. അനുഗ്രഹിക്കപ്പെട്ടവരെ. അതേ അധ്യായം 41-ാം വചനം 25-41. മത്തായി 25-41. അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകും. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരുമുണ്ട്, ശപിക്കപ്പെട്ടവരുമുണ്ട്. ഞാൻ പറയുന്നത് കംപ്ലീറ്റ് വചനമാണ് പറയുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരുണ്ട്, ശപിക്കപ്പെട്ടവരുണ്ട്. അത് മരിച്ചു കഴിഞ്ഞുള്ള കാര്യം ഇത് അല്ലേ? അന്ത്യവിധിയുടെ കാര്യമാണ്. അനുഗ്രഹിക്കപ്പെട്ടവർ, ശപിക്കപ്പെട്ടവർ. ജീവിച്ചിരിക്കുമ്പോഴും ഇത് തന്നെ ഉണ്ട്. ജെറമിയായിൽ നമ്മൾ കണ്ടു. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ വിസ്മരിച്ച് പോയിട്ട് കാര്യമില്ല. ശരിക്കും ആ മേഖലയിൽ ഡെലിവറൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ശക്തമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കും. എനിക്ക് ഉറപ്പുണ്ട്, സാത്താനുടെ സകല ചങ്ങലകളും ഇന്ന് കർത്താവ് തകർക്കും. നിങ്ങൾക്ക് വലിയ ഒരു സ്വാതന്ത്ര്യം ഇന്ന് കർത്താവ് തരാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും, കുടുംബം, ബിസിനസ്, ജോലി, സമ്പത്ത്, മക്കളുടെ കാര്യം, വിവാഹ തടസ്സം, ജോലി തടസ്സം, എന്തുമാവട്ടെ, എല്ലായിടത്തും കർത്താവ് നിങ്ങൾക്ക് വിടുതൽ തരും. എനിക്കൊരു സംശയമില്ല. തിന്മയുടെ സകല കെട്ടുകളും കർത്താവ് അഴിക്കും. ദൈവജനത്തിൻ്റെ മേൽ പിശാചിട്ടിരിക്കുന്ന അദൃശ്യ ചങ്ങലകൾ, പൂട്ടുകൾ കർത്താവ് ഇന്ന് തകർക്കാനായിട്ട് പോവുക. ഹല്ലേലൂയ. നമുക്ക് വലതുകരം എത്തിപ്പിടിച്ച് കർത്താവിനെ നന്നായിട്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഞാനും എൻ്റെ മാതാപിതാക്കന്മാരും സഹോദരീ സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ചെയ്തു പോയ പാപങ്ങൾ ക്ഷമിക്കണമേ. എൻ്റെ അപ്പൻ്റെ കുടുംബത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയ പൂർവികരും ചെയ്ത പാപങ്ങൾ ക്ഷമിക്കണമേ. എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയ പൂർവികരും ചെയ്ത പാപങ്ങൾ ക്ഷമിക്കണമേ. യേശുവേ, എന്നോടും എൻ്റെ കുടുംബത്തോടും കരുണയായിരിക്കണമേ. തലമുറകളിലൂടെ കടന്നു വന്നിരിക്കുന്ന അനുഗ്രഹ നഷ്ടങ്ങൾ അങ്ങയുടെ തിരുരക്തത്താൽ നികത്തണമേ. യേശുവേ, അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. യേശുവിൻ്റെ അധികാരനാമത്തിൽ ശാപത്തിൻ്റെ ബന്ധനങ്ങളെ, പാരമ്പര്യ ശാപങ്ങളെ, കുടുംബ ശാപങ്ങളെ, അനുഗ്രഹ തടസ്സങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ സഭയോട് ചേർന്ന് ഞാൻ തകർത്തു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സാത്താൻ ഇട്ടിരിക്കുന്ന പാരമ്പര്യ ശാപങ്ങൾ തകരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാനും എൻ്റെ കുടുംബവും വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സകല തിന്മയുടെ കെട്ടുകളും അഴിയട്ടെ. അനുഗ്രഹ തടസ്സങ്ങൾ മാറിപ്പോവട്ടെ. തീരാ രോഗങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, കടഭാരങ്ങൾ മാറിപ്പോവട്ടെ. ഉയർച്ച തടയുന്ന, അനുഗ്രഹം തടയുന്ന പൈശാചിക ശക്തികൾ
യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. എന്റെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ ദൈവ കരുണ ഒഴുകട്ടെ. അനുഗ്രഹത്തിന്റെ തടസ്സങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തകർക്കുന്നു. യേശുവിന്റെ തിരുരക്തം ഒഴുകട്ടെ. രണ്ട് കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. യേശുവിന്റെ നാമത്തിൽ തകർത്തു പ്രാർത്ഥിക്കുന്നു. ദൈവജനം സ്വതന്ത്രമാവട്ടെ. അനുഗ്രഹ തടസ്സങ്ങൾ മാറിപ്പോവട്ടെ. സാമ്പത്തിക തകർച്ച മാറിപ്പോവട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. സാത്താനിട്ട ചങ്ങല തകരട്ടെ. കരമടിച്ചു സ്തുതിച്ചേ. ഒന്ന് ചേർന്ന് അഭിഷേകമേ, ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ.